ஹலோ. அஸ்ஸலாமு அலைக்கும். அலி இஸ்லாம். உங்க பேரு மன்சூர் இல்ல? അതെ. അല്ല உங்க வீடியோ எல்லாம் காணும் அதானே. ശരി. இல்ல மற்ற உங்க எல்லா வீடியோவும் நான் காண்றதானே. நான் எனக்கு இவ்வளவு இல்ல தமிழ்நாடு. തമിഴ്നാട്. ஏர்வாடி கேட்டுக்கணும். ஏர்வாடி ഒരുപാട് കേട്ടിരിക്ക്. എന്താണ് രാമപുരം. ராமநாதபுரம். ആ. இல்ல உங்க வீடியோ எல்லாம் காணும். ഉം. இப்ப நான் இஸ்லாமுக்கு வந்ததானே. ഇപ്പൊ എവിടെയുള്ളത്? പാലക്കാടോ? நான் ഇവിടെ മലപ്പുറം. മലപ്പുറത്ത്. മലപ്പുറത്ത് എന്താ പരിപാടി? ഇവിടെ തന്നെ മാരേജ് കല്യാണം കഴിഞ്ഞത് ഇവിടെ തന്നെ. എന്താ? ഇവിടെ തന്നെ കല്യാണം കഴിഞ്ഞിരിക്കണം. ആ ശരി. എന്താ പേര്? അമീൻ. അമീൻ. മുഹമ്മദ് അമീൻ. മുഹമ്മദ് അമീൻ. മാഷാ അല്ലാ. പിന്നെ ഏർവാടിയിലൊക്കെ പോവാറുണ്ടോ? അവിടെ എന്താ പോകുന്നു? നമ്മള് പഠിച്ചോണ്ട് മാത്രല്ലേ. മാഷാ അല്ലാ. തൗഹീദ് ജമാഅത്തുമായിട്ട് ബന്ധമുണ്ടോ? ഞാൻ ആദ്യം തിരൂർ ഉണ്ടായിരുന്നു. തിരൂരുണ്ടായിരുന്നു. തിരൂരില് അപ്പോഴാണ് ഇങ്ങനെ കൂലി പണിക്കാണ് പോക്ക്. അപ്പൊ കൂലി പണിക്ക് പോകുമ്പോൾ നമ്മളൊരു മുതലാളി ഉണ്ട്. അപ്പം ഇങ്ങനെ മൂപ്പർ ഇങ്ങനെ ദാവ ചെയ്യും. പടച്ച ഓർത്ത മാത്രം അങ്ങനെ ആയിട്ട്. അപ്പൊ മൂപ്പർ ഇങ്ങനെ ദാവ ചെയ്താണ്. അപ്പൊ എനക്ക് അപ്പുറത്ത് എന്റെ ഒരു ഇതാണ് நீங்க தமிழ்ல பேசிக்கோ. தமிழ்ல பேசிக்கோ. தெரியும். இப்ப பிரச்சனை இல்ல. மலையாளம் அறியும் எனக்கு. ஓகே. எனக்கு தமிழ் தெரியும். 25 வருஷம் 25 கொல்லமாயிட்டு കേരളത്തിൽ ഇരിക്കാ. ഓ ശരി. അപ്പൊ മൂപ്പർ ദാവ ചെയ്തിട്ട് മൂപ്പർ ഒരു ദബലി ജമാത്താണ്. അപ്പൊ മൂപ്പർ ദാവ ചെയ്തിട്ട് കോട്ടയ്ക്കൽ ചെങ്കോട്ടി ഉണ്ട്. കേട്ടിക്കണെങ്കിൽ ചെങ്കോട്ടി തബലി ജമാഅത്ത് ഉണ്ടല്ലേ. അപ്പൊ അവിടെ എന്താണ് കലിമ പറഞ്ഞിട്ട് അവിടുന്ന് കലിമ പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ ഞാൻ കായൽപട്ടിനം ഉണ്ടാവും. തമിഴ്നാട് കായൽപട്ടിനം தெரியும். அல்ல ஒரு மினிட் அமீனே. அப்போ நீங்க முன்னாடி முஸ்லிம் இல்லாയിരുന്നോ? இல்லையா, நான் ഹിന്ദുവാണ്. ഓക്കെ ഓക്കെ. ശരി ശരി. അപ്പൊ ഞാൻ പിന്നെ അവിടെ പോയിട്ട് ഖുർആൻ എടുത്തിട്ടില്ല. മറ്റേ ഖുർആൻ നമ്മൾ തമിഴിലെ ട്രാൻസ്ലേഷൻ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ ഒരു 15 സൂറത്ത് ഓതിയതാണ്. 15 സൂറത്ത് പോയിട്ട് പിന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ ഇവിടെ തന്നെ മലപ്പുറം വന്നിട്ട് അപ്പൊ മൂപ്പർ കയറപ്പോൾ തന്നെ ഇവിടെ തന്നെ കല്യാണം കഴിച്ചിട്ട് കോട്ടയ്ക്കൽ ഭാഗത്ത് കല്യാണം കഴിച്ച് മാഷാഅല്ലാ അൽഹംദുലില്ലാ പടച്ചോൻ എന്നവരെ എന്തോ ഒരു ബുദ്ധിമുട്ടില്ലാതെ രാഗത്തായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. நீங்க முன்னாடி குரான் கொஞ்சம் படிச்சுட்டு பின்னாடிதான் முஸ்லீம் ஆയത്? ഇല്ല, നമ്മ ഏരിയ പുറത്തുള്ള ഇവിടെ രാമനാഥപുരം അല്ലേ. എന്റെ സ്ഥലം പുറത്തുള്ള ഫുള്ള് മുസ്ലിംസ് കൂടുതലാണ്. അവിടെ ഒരു 30% മുസ്ലിമുകളുടെ സ്ഥലമാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ സഹോദരന്മാരെ കണ്ടമാർ എല്ലാവരും അവരൊപ്പം തന്നെ എപ്പോഴും പഴകരുത് ഇതുള്ളത്. എന്താണ് നമുക്ക് അപ്പുറത്ത് കടവുൾ മാത്രം എന്തോ ഒരു ചിന്ത തന്നെ. അപ്പൊ അങ്ങനെ ഇതായിട്ട് അപ്പൊ മദ്രസ പോയ പാടാണ്. പിന്നെ ഈ ഹദീസുകള് ഇതെല്ലാം വായിച്ച പാടാണ്. പിന്നെ ഇപ്പൊ നമ്മ വണങ്ങരുത് അത് തെറ്റാണ് വഴിയിലാണ് നമ്മൾ പോകണം. അപ്പൊ അങ്ങനെ ഇത് നോക്കിയിട്ട് അപ്പൊ ഇത് നമ്മളെല്ലാം അറിഞ്ഞിട്ടാണ് പിന്നെ ഇസ്ലാമിക്ക് ഇങ്ങോട്ടാണ് ഇതായത്. എത്ര വർഷമായി ഇപ്പോ? 7 കൊല്ലം അടുത്താണ്. ആണോ ഇപ്പൊ ഇപ്പൊ പുറത്തു വന്ന് നോക്കിയാലേ മദ്രസ ഓതിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കിയാലേ മറ്റാൾക്കാർ ഇരിക്കാതെ നോക്കുമ്പോൾ நமக்கு தானே சங்கடம் தோணும். அப்ப அவனுக்கு அங்க இருந்தப்போ இது சில ஆளுകള് ഇല്ലേ? ഇപ്പൊ ഞാനേ നാട്ടിൽ ഇരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ വരുമ്പോൾ എല്ലാവരുടെ അടുത്തും പറയും ഇവിടെ മലപ്പുറത്തുള്ള അപ്പൊ ഏർവാടി ആകുമ്പോൾ ആൾക്കാർ പിള്ളേർ ചോദിക്കും ഏർവാടിയാണ്. അപ്പൊ ഞാൻ കൂടെ അവരെ പറയും ഏർവാടി പോയിക്കോളൂ, അവിടെ പോയാൽ നന്നാവും, ഇവിടെ പോയാൽ ഞാൻ തന്നെ പറയും ആദ്യം. പിന്നെ നമുക്കറിയില്ലല്ലേ അത് ഇസ്ലാം ഇങ്ങനെയാണ്, ഇസ്ലാം അല്ലാഹ് മാത്രം അങ്ങനെ ഒരു ഇത് നമുക്കറിയില്ലല്ലേ. അപ്പൊ ആദ്യം നമുക്കറിഞ്ഞ സുഹൃത്തുക്കളോട് ഞാൻ പറയും എന്താണ് ഏർവാടി തന്നെ വേണം, നമ്മൾ അങ്ങോട്ട് പോകാം, ഏർവാടി പോയാൽ അവിടെ ദർഗാ പോയാൽ അന്നതാണ് അങ്ങനെ അങ്ങനെ പറയണാണ്.
ഇപ്പൊ അതേ പറഞ്ഞ ആൾക്കാരത്തെ ഞാൻ തിരിച്ചു പറയാം, അവിടെ ഒന്നും പോകണ്ട. ഉം, 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 ஏன்னா ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യമല്ല ഇതെല്ലാം. ഉം, അപ്പൊ ഉം, അതെല്ലാം ഒരാൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുത്താൽ ഒരാൾക്കാർ അത് പോട്ടെ അങ്ങനെ അങ്ങനെയാണ് പറയും. പറഞ്ഞ അത് നമുക്കറിയാം, എല്ലാം അറിയാം എന്താ അറിയും. ഒന്ന് സത്യം പറഞ്ഞാൽ ഇവര് ഇപ്പൊ ഇത് വേണ്ട, ഇപ്പൊ ഞാൻ ഉം, இருக்கிற பார்த்து மகரிப்பு இது நான் பணிக்கு போயாலே கரெக்டா 2:30 மணியாകുമ്പോൾ പണി നിർത്തും. ഉം, നിർത്തിയിട്ട് നമ്മൾ ആ നിസ്കാരത്തില് മാത്രം அந்த ഒരു ഏത് കളവോ ആ ഒരു കാര്യം ഇല്ല. കറക്റ്റ് ആ സമയം പോയി നിസ്കാരം. ഉം, പിന്നെ ആ സമയത്ത് ജമാഅത്ത് കിട്ടില്ല. ഏன்னா നമ്മൾ പണിയിലിരിക്കുമ്പോൾ ഉം, ഏത് അസറും ലോഹറും മാത്രം ജമാഅത്ത് കിട്ടുക. പിന്നെ മിത്ത നേരമാണ് രാവിലെ സുബൈക്ക് പള്ളിക്കാണ് നേരെ പോക്ക്. ഉം, ഉം, പിന്നെ അതുപോലെ മഗ്‌രിബ് ഇശാക്ക് പോവും. ഉം, ഉം, അങ്ങനെ പോകുമ്പോൾ നമ്മള് തൊട്ടടുത്ത ആൾവാസി മഗ്‌രിബ് സമയത്ത് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് ഏത് ഹാളിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ, എന്താ ആൾക്കാർ ഇവരെല്ലാം എങ്ങനെയാണ് നാളെ മരിച്ചുപോടുമേ ഒരു ജമാഅത്തോട് നിസ്കരിക്കുക എന്തോ ഒരു കൂലിന് അറിയും. അതുകൂടെ അറിയാതെ നമ്മള് പറഞ്ഞു കൊടുത്ത അവര് നമ്മള് പറഞ്ഞ எங்களுக்கு അറിയാം எல்லாம் അറിയാം. நீ இப்ப அடுத்து வந்ததில்ல, நாங்க பாரம்பரிய முஸ்லீம்கள் நாங்க எல்லாம் தெரியும். പക്ഷേ நாங்க അതൊന്നും செய்யாது. ഇല്ല, പാരമ്പര്യ മുസ്ലിംമാർ റസൂൽ ഇത് അല്ലാതെ നബിമാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും അറിയില്ല. അല്ലാതെ റസൂൾക്ക് ഏത് ദീൻ ഇത് കൈജാബിയ കല്യാണം കഴിക്കുന്നതിന് മുൻപെല്ലാം അല്ലാതെ റസൂൽ അല്ലാതെ നബി കച്ചവടം ചെയ്തിട്ട് പിന്നെയാണ് കല്യാണം കഴിച്ചപ്പോഴാണ് ഇത് വിഭാഗത്ത് കിട്ടിയത്. അല്ലാതെ റസൂലിന് ആ ഗുഹ കിരാ ഗുഹയ്ക്ക് ഉള്ളിലെ പോയപാടല്ല ഇത് കിട്ടിയത്. ഇവർ പറയുന്ന ഞങ്ങൾ പാരമ്പര്യ മുസ്ലിം. എങ്ങനെ പാരമ്പര്യ മുസ്ലിം എങ്ങനെ ഉണ്ടായതെന്ന് ആദ്യം ഇവർക്ക് എങ്ങനെ ചരിത്രങ്ങൾ ആദ്യം അറിയും അവർക്ക്. ശരിയാണ്. ചരിത്രം പഠിച്ചാൽ ഇവരെല്ലാം തെറ്റാണ് വഴിക്ക് പോലെ. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് റസൂൽ ഇങ്ങനെയാണ് ദീന എങ്ങനെയാണ് വളർത്തു കൊണ്ടുവന്നത് അത് അവർക്ക് ശരിക്കും അറിയില്ല. അതാണ് കേട്ടാ പറയും ഞങ്ങൾ അപ്പുറത്ത് മുസ്ലിമാര് എന്താ കാര്യമുണ്ട് നിസ്കാരത്തിന് രാവിലെ. സത്യം പറഞ്ഞാൽ ഞാൻ പോറ പള്ളിയില അടുത്തുള്ള ഞാൻ പോറ മുജാഹിദ് പള്ളിക്കാണ് പോവും. മുജാഹിദ് പള്ളി പോവും. പിന്നെ ഭക്ഷണം ജമാഅത്ത് കിട്ടുമ്പോൾ വേറെ പള്ളിക്ക് കൊണ്ടിട്ട് കയറും. ചിലപ്പോ കയറും എന്നും പോലെ. അപ്പൊ പള്ളിയിൽ ആകെ 10 ആൾക്കാർ, 15 ആൾക്കാർ സുബൈക്ക് ഉണ്ടാവും. ബാക്കി കിടന്നുറങ്ങുണ്ടാവും. അല്ലല്ല, പള്ളിക്ക് ജമാഅത്ത് രാവിലെ സുബൈന്ന് അതില്ല 10 ആളുകള് പള്ളിയിൽ ഇരിക്കും, ബാക്കിയെല്ലാം വീട്ടില് തോന്നിട്ട്. അതാണ് പറയുന്നത് ഇവര് എങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞ സുബൈ നിസ്കാരം എന്തോ ബാക്കിയുള്ള നിസ്കാരം മലക്കുമാരെ ഉള്ളതാണ്. അതാണ് വിചാരിക്കുന്നത് ഇവരെല്ലാം എങ്ങനെയാണ്. കാരണം കുറെ സത്യം പറഞ്ഞ കുറെ ആൾക്കാർ പറഞ്ഞു കൊടുത്താൽ അവര് നമ്മൾ പറയുമ്പോൾ അവർക്ക് പോക അങ്ങനെ ആൾക്കാർ പറയാ ആൾക്കാർ. പിന്നെ ഇതേപോലെ ഈ പരിപാടിയെല്ലാം ഉണ്ടല്ലേ, ഏത് മൗലത്ത് പരിപാടി, പിന്നെ ഏതോ പരിപാടി. അപ്പൊ എന്ത് ചെയ്തു, നേരെ പള്ളിയിലെ രാത്രി 1 മണി 3 മണിക്ക് ചോറുണ്ടെന്ന് പറഞ്ഞ അപ്പൊ വാങ്ങിയ ആൾക്കാർ അവിടെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ തീറ്റെന്ന് പറഞ്ഞാൽ മാത്രം അതിന് മാത്രം മുൻപുള്ള ആൾക്കാരുണ്ടാവും. ഉറക്കൊഴിക്കാനും മറ്റെല്ലാ പരിപാടിയും. ഇപ്പൊ ഇത് വേണ്ട, ഇപ്പൊ ഇവര് ഈ മോദിയന്മാർ പറയുന്നില്ലേ മൗലത്ത് പോയി അത് കിട്ടും ഇത് കിട്ടും ഇവിടെ പോയി അത് കിട്ടും ഇത് പോയി. അല്ലാതെ റസൂൽ അതാ പഠിപ്പിച്ചു കൊടുത്തുക്കണം. അല്ലാതെ റസൂൽ ആൾക്കാർ പറഞ്ഞു കൊടുത്ത് ദീനുകളെ വളർക്കാണ് പറഞ്ഞു. ഇവര് എന്താ ചെയ്യണു, ഏത് മറ്റാൾക്കാർ ഏതോ വഴി കേട്ടിക്കാണ് കൊണ്ടുപോകുന്നു, തെറ്റാണ് വഴിയിലേക്കാണ് കൊണ്ടുപോകണം ഇവർ ചെയ്ത പരിപാടി. ഇവര് ഖുർആൻ എതുക്കാണ് ഇറക്കിയത്, ആർക്കാണ് ഖുർആൻ ഇറക്കിയത്, മനുഷ്യന്മാർക്കല്ലേ. അല്ലാഹുതആല ഇറക്കിയത് ആർക്കാണ്, മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ എങ്ങനെ നടക്കും അത് കണ്ടാൽ മற்றവർക്ക് തോന്നും ഇതെന്ത്. ഇപ്പൊ നമ്മളൊരു മുസ്ലിമാർ ജീവിക്കുന്ന നമ്മൾ എങ്ങനെ നടക്കും അത് കണ്ടിട്ടുള്ള മറ്റാൾക്കാർ ദീനക്ക് വരാൻ ഇതാവും. ഇവര് ചെയ്തത് എന്ത് ചെയ്ത് തെറ്റാണ്. മറ്റേ ഏതോ കാട്ടിക്കൂട്ടലുകൾ ഉണ്ടല്ലോ കുറെ ഫുള്ള് മറ്റേ പരിപാടി ഈ പരിപാടി. ഇത് വേണ്ട, ഈ നബിദിന പരിപാടി നമ്മൾ കണ്ടിരിക്കണം. എന്ത് ആൾക്കാർ മോദിയല്ല എന്തെങ്കിലും നടന്നുകൊണ്ട് ഇങ്ങനെ തിണ്ടുകൊണ്ട് പോകും മുട്ടായികളും അതും അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തുകയാണ്. അല്ല അത് ആ പരിപാടി ഉണ്ടാ ജീവിതത്തിൽ ചെയ്യരുത്, തെറ്റാണ് പരിപാടി. പിന്നെ ഇവരെന്ത് ചെയ്യുന്നു, വലതു കൈ കൊണ്ട് ചായ കുടിക്കുക, മുണ്ട് അവരത്ത് കണ്ട പോലെ പൊന്തിച്ച് കെട്ടിയിട്ട് അങ്ങാടി കൂടി നടക്കുക എത്തുന്ന ആൾക്കാര്. പിന്നെ അറിയാണി ഏത് പാന്റ് ഫുള്ള് ഇവിടെ ഇപ്പൊ ഉള്ള. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാണ്. ഇല്ല ഈ ആൾക്കാർ ഇപ്പൊ
ഡ്രസ് ഈ പെണ്ണുകൾ ഡ്രസ്സ് കൊടുത്ത് കണ്ടിരിക്കണം നിങ്ങൾ. ഇപ്പൊ ഉള്ള മോഡലാണ്, പുതിയ മോഡൽ പറഞ്ഞിട്ട്. ഉം. அது உங்க வீடியோ தான் நான் இன்னும் காணும். കാണും അല്ലേ? என்ன என்ன உங்க வீடியோ, மற்ற வீடியோ, எல்லா வீடியோவும் காணும். அதான் தெரியுது. இல்ல இதெல்லாம் காணும்போது நமக்கு தானே சங்கடம் தோணும். ഇങ്ങനെല്ലാം മുസ്ലിങ്ങൾ ഇങ്ങനെല്ലാം ഉണ്ടല്ലേ. പള്ളി പോകണ ഭയങ്കര മടിയുള്ള ആൾക്കാര്, ഒவ்வொரு ആൾക്കാരും നാണാൻ കണ്ടിരിക്കണ നമ്മൾ വാർത്തിരിക്കുന്ന ആൾക്കാര്. ദർഗയിൽ പോകാൻ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. അവിടെ പോകാനോ കുഴപ്പമില്ല, അവിടെ പോയി കിടക്കാനോ പോകാനോ കുഴപ്പമില്ല. പള്ളിക്ക് പോകണ ഭയങ്കര ഇതാണ്. ഇപ്പൊ എന്റെ പെണ്ണുകൾ പറഞ്ഞാല് അവള് സുന്നിയാണ്, എന്റെ പെണ്ണുകൾ സുന്നിയാണ്. ഇരുന്നാലും ഞാൻ പറഞ്ഞ എവിടെയും പോകും. ഇപ്പൊ അവൾക്ക് കുറച്ച് പഠിപ്പിച്ചു. അപ്പൊ അവളും മറ്റേ ആ പരിപാടി ആദ്യം പോയിക്കുന്നു. ഇപ്പൊ ആ പരിപാടി അടുത്താണ് പോലെ അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് കുറച്ചുകൂടി മനസ്സിലാക്കി കൊടുക്കും. ഇപ്പൊ അവൾക്ക് ഇതായിരിക്കണം. ഇപ്പൊ അത് ഞാൻ പറഞ്ഞ മുഹമ്മദ് അമീനെ അവരിപ്പോ ഉണ്ടായിരുന്നത് സുന്നിയിലല്ല. അത് അങ്ങനെ ഒരു സാധനമാണ്. അത് സുന്നി അല്ല. സുന്നി എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ഹബീബ് നബി നായക തിലകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്നവരാണ്. അവർ ബിദഅത്താണ് ഫോളോ ചെയ്യുക. ബിദഈകളാണ് അവര്. ഇല്ല, ഇവര് ഞങ്ങള് റസൂലിനെ സ്നേഹിക്കുന്ന, റസൂലിനോട് സ്നേഹം ഇവർക്ക് അറിയാം. എങ്ങനെയൊക്കെയുള്ള റസൂൽ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അത് അറിയില്ല. കേട്ടാ പറയും ഇപ്പൊ കുറെ ആൾക്കാർ ഞങ്ങളാണ് റസൂലിനെ സ്നേഹിക്കുന്നു എന്ത് സ്നേഹവും ഈ നാവ് കൊണ്ട് സ്നേഹവും. ഇവിടെ ഏത് കൽബുളർന്ന് പറഞ്ഞു റസൂലോട് സ്നേഹം കൽബുളിയാണ് ഉണ്ടാവുന്നു. ഇപ്പൊ മറ്റാൾക്ക് പറഞ്ഞു കൊടുത്ത് ഇപ്പൊ ആവശ്യമില്ലാത്ത പരിപാടിയെല്ലാം നടക്കുന്നത്. അപ്പൊ ഞാൻ ഇരിക്കുന്ന ഭാഗത്തെല്ലാം നബിദിന വന്നിട്ടാവും. പടച്ചവനെ എന്തോ ഒരു ഒച്ചയാണ് രാത്രി 3 മണി 4 മണിക്ക് ഇവര് പാട്ടും മൗലത്തും അതും ഇതും ഫുൾ ഭയങ്കര ഇതാകുമ്പോ ഈ പാട്ടുകളാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്താ ചെയ്യാ, ഇത് റസൂലിനോട് സ്നേഹം ഇവിടെ കൽപ്പള്ളിയിലും ഉണ്ടാവണം. മറ്റവർക്ക് അറിയാൻ പോലെ നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ നടക്കണമോ അതൊക്കെ കണ്ടിട്ടാണ് മറ്റവർ ഇതാകുമ്പോട്ട് എങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചു ആൾക്കാർക്ക് അറിയില്ല, മറ്റു മതത്തുകാർക്ക് അറിയില്ല. ഇവരെ മുണ്ട് പൊന്തിച്ച് കെട്ടെ, മറ്റാൾക്കാർ പറമ്പ് മറ്റാൾക്കാർ മുതലുകൾ പറ്റിക്ക, എത്ര ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എന്തിനാണ് കാണുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ എനക്ക് തന്നെ വിഷമം. ഇവരെല്ലാം എങ്ങനെയാണ് ഇവരെല്ലാം മുസ്ലിമായിട്ട് ജീവിക്കുന്നത്? നാളെ മരിച്ചു പോയാലും നാളെ പടച്ചോണ്ട് പോയാലും അവിടെ പോയി പറയേണ്ടി വരുമ്പോൾ ആ ഒരു ചിന്തയില്ല ഇവർക്കെല്ലാം. എത്ര ആൾക്കാർ റോഡിൽ വെറുതെ എത്ര കല്ല് കുടിച്ച് നടക്കുമ്പോൾ മുസ്ലിമും പറയുന്നു, പിന്നെ കല്ലുകൂടി എല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ ഇത് എന്ത് ചെയ്യും? ഇപ്പൊ അത് ഇപ്പൊ നീங்க മണ്ണാർക്കാട് தான். മണ്ണാർക്കാട് എവിടെ മണ്ണാർക്കാട് എവിടെ? ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നില്ല, ഇപ്പൊ 4 കുട്ടികൾ. ഇല്ല അത് മണ്ണാർക്കാട് പനയമ്പാടം പാലക്കാട് റൂട്ടിലെ. മണ്ണാർക്കാട് നിന്ന് 2 കിലോമീറ്റർ അട്ടപ്പാടി റൂട്ടിലെ 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ആനക്കട്ടി റോഡ്. ആനക്കട്ടി റോഡില് ജസ്റ്റ് 1.5 കിലോമീറ്റർ വന്നാ സൽഫി മസ്ജിദ് இருக்கு. அதுக்கு முன்னாடி മുൻപില്ല. അല്ല അങ്ങനെ നാട്ടിൽ പോകുമ്പോ വഴിക്ക് പോകുമ്പോ അതാണ്. അവിടെ വീട്ടില് ആരൊക്കെ ഇരിക്കും? വീട്ടില് അമ്മ ഉണ്ട്, പിന്നെ ഏട്ടന്മാര് പെങ്ങന്മാരുണ്ട്. അപ്പ അച്ഛൻ മരിച്ചിരിക്കണം. ഈ അമ്മക്ക് നീങ്ക தெரியுமா? പെരക്കാര് എല്ലാവർക്കും അവരായി കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഇവിടെ വീട് ഉണ്ടാക്കിയത് എല്ലാം ഇപ്പൊ നാട്ടിൽ അടുത്ത് പോയി വന്നതാണ്. അപ്പൊ അവർക്ക് അതില് വിഷമമൊന്നുമില്ലേ? അവർക്കെല്ലാം എന്തോ ഒരു ഇതും கிடையாது. അതാണ് ഇപ്പൊ ഞാൻ പോയി വരണം, നാട്ടിൽ പോയി വരും. പിന്നെ എന്താ പെരക്കാ ഞാൻ പറഞ്ഞു അത് എന്നോട് ഇഷ്ടം, ഞാൻ അറിഞ്ഞു പോയിക്കുന്ന മടുത്ത് പറഞ്ഞ മലം പറയും ഉണക്ക് വട്ട് പിടിച്ചിരിക്കണ ഉണക്ക് ഭ്രാന്താണ്. ഞാൻ அதை പറ്റി ശരി മെയിൻ ചെയ്തില്ല പോട്ടെ. അത് പറയുമ്പോത് അപ്പൊ അത് പെരയിലെല്ലാം ഒരു കുഴപ്പമില്ല. എന്താ ഞാൻ പെരയ്ക്ക് പോയാലേ എന്താ ചേച്ചി പെരയിലെ പോയിട്ട് ഞാൻ നിസ്കരിക്കും. ചേച്ചി പെര ഇവിടെ നിന്ന് പോയാലേ ഇവിടെ അടുത്ത് പള്ളിയുണ്ട്. പള്ളി മറ്റേ എന്താ പറയാ നമ്മള് സാപ്പിയില്ല മറ്റേ എന്താ പറയാ അവിടെ തമിഴ്നാട്ടിലത്തെ എന്താ തമിഴ്നാട് ജമാഅത്ത് ഇല്ല, തൗഹീദ് ജമാഅത്ത് ഉണ്ട്, ജാക്കുണ്ട്. പിന്നെ ഇന്നൊരു ഇവര് സുന്നികള് മൊത്തം 2 ഉണ്ട്. ഒന്ന് അനഫി. ഇവര് നിസ്കാരം വന്ന് മറ്റേ ഇതുപോലെ ഉണ്ടാവും. അവര് മറ്റേത് എല്ലാവർക്കും എല്ലാ പരിപാടി ചെയ്യും. പിന്നെ അവര് ജുമ്മാക്കെല്ലാം പോയാൽ 2:30 മണിയാവും ജുമ്മ. ഇല്ല, ജുമ്മ 2:30 മണിയാവും. 12:30 വാങ്ങി കൊടുത്താലേ ഇവര് ഫുൾ. സത്യം പറഞ്ഞാൽ പറയുന്നുണ്ട് ഇത് അല്ലാതെ റസൂൽ എന്താ പറഞ്ഞു കൊടുത്ത് എല്ലാം പറയുന്നുണ്ട് ഇവര്.
അവരെന്താ എന്ത് ഭാഷയില് തമിഴില് ജമാഅത്ത് പண்றേ? തമിഴില് പറയുന്നുണ്ട്. നമ്മൾ തബിലി ജമാഅത്തുകാരെ എങ്ങനെ പറയാം ആദ്യം? ആ തബിലി ജമാഅത്തിലെ എങ്ങനെ ഉണ്ടാവും ആദ്യം കുത്തുബ, അതേപോലെ ഇവര് ഒരു 1.5 ഫുള്ള് തമിഴിലെ തന്നെ പറഞ്ഞു കൊടുക്കണം. ആ സത്യം പറഞ്ഞു കൊടുക്കണം. ഞാൻ കേട്ടിരിക്കണം, ഉം, ഉം, പറഞ്ഞു കൊടുക്കണം. പിന്നെ മറ്റത് കുത്തുബ അറബിയിലെ ഒരു ഇത് ഉം, ഈ കുത്തുബ കഴിച്ചപാട് ഒരു വാങ്ങ് കൊടുത്തിട്ട് പിന്നെ അറബിയിൽ അവർ പറയുന്നു. ഉം, പിന്നെ ഇരുന്നാലും മറ്റേ ഫുള്ള് ചെറുക്ക് തന്നെ. മറ്റേ അവിടെ എന്താ ഭാഗത്തെന്ന് പറഞ്ഞാലും ഫുള്ള് തറുകാതാണ്, കൂടുതൽ ഫുള്ള് ജാറങ്ങളാണ്. കണ്ടമാന ജാറങ്ങളുണ്ട് ആ ഭാഗത്തില്. ഉം, അപ്പൊ അതെക്കൊണ്ട് ഞാൻ ഇവിടെ ഇത് രാമനാഥപുരം ടൗണ് പോകും. അവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. ഉം, അപ്പൊ അവിടെ പോയാൽ ജാക്ക് ജമാഅത്ത് എന്ന് പറയും. ജാക്ക് ദൈവത്തെ ജമാഅത്ത് 2 ജമാഅത്ത് ഉണ്ടാവും. അപ്പൊ അവിടെ നാട്ടിൽ പോയാൽ അവിടെ പോകും. ഇത് ജിമ്മാണ്. പിന്നെ മറ്റത് ഇത് നിസ്കാരത്തിന് കുറച്ച് ബുദ്ധിമുട്ട്. നാട്ടിൽ പോയാലേ നാട്ടിലുള്ള ആൾക്കാർക്ക് അവർക്ക് എന്താ ഒരു ഇതെന്ന് അറിയില്ല. ഇത് മറ്റേതിലെ പോകുമ്പോൾ അവർ വന്ന് എല്ലാത്തിനും പോകും. അമ്പലത്തിൽ പരിപാടി എന്താ മാല മേടിച്ചു കൊടുക്കും. എല്ലാം അവിടുത്തെ മുസ്ലിം എല്ലാം ചെയ്യും. കല്ലുകൂടി എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ അതൊക്കെ ചേച്ചി പേരെ പോയിട്ട് നിസ്കരിക്കും. ചേച്ചി പേരെ അടുത്ത് തന്നെ. ഇപ്പൊ നമ്മള് ഏട്ടന് സിംഗപ്പൂരിലുണ്ട്. ഏട്ടന് മൂപ്പര് 40 കൊല്ലമായിട്ട് നമ്മള് അവിടുത്തെ മുസ്ലിമുകളൊപ്പം തന്നെ ഉണ്ട്. അപ്പൊ അവരാണ് പെര ഉണ്ടാക്കി പകുതി പൈസ അവർ കൊടുത്തു. പെര എല്ലാം നമ്മൾക്ക് ഏറ്റി കൊടുത്തു. ഒരു പെര പുതിയത് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എന്താ ഏട്ടൻ പോയിരിക്കുമ്പോൾ അവൻ പറഞ്ഞ്, നീ പോയിട്ട് 2 റക്കാത്ത് പെരയിൽ ഏരി നിസ്കരിച്ചിട്ട് വെള്ളം ഊതി അടിക്കുക എവിടെയാണ്. ശരി. അപ്പൊ ഞാൻ പറഞ്ഞ ഇസ്ലാമിലെ വെള്ളം ഊതി അടിക്കുന്ന പരിപാടി ഇതാണല്ലേ. നിസ്കരിക്ക പിന്നെ നമ്മക്ക് സുഖമല്ലേ. ക്ലാസ് ഓതിയിട്ട് നമ്മളെ കൊണ്ട് ഞാൻ തന്നെ ഊതി ഞാൻ തന്നെ കുടിച്ചാലേ അത് അസുഖം മാറും. അവരവർ ചെയ്താലേ അത് അസുഖം മാറും. മറ്റവരെ ഓതിരിക്കല അങ്ങനെ ഒരു പരിപാടി ഇല്ല. അങ്ങനെ ഒന്ന് അത് ഇസ്ലാമല്ല. അത് വെറുതെ ആൾക്കാരെ ഇതാക്കുന്നതാണ്. അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് മൂപ്പർക്ക് എന്റെ പെരക്കാർക്കെല്ലാം എന്തോ ഒരു കുഴപ്പമില്ല. അതെല്ലാം അൽഹംദുലില്ലാ പെരക്കെല്ലാം പോയി. പെരക്കാർക്ക് അവർക്ക് അറിയില്ല. നമുക്ക് എന്നാണ് 30% അവിടെ മുസ്ലിം ഉണ്ടാവും, എല്ലാരും ഉണ്ടാണ്. ഇപ്പൊ എന്റെ ഏട്ടനെ ട്രാവൽസ് വെച്ചിരിക്കണം. 500 ഏട്ടൻ ട്രാവൽസ് വെച്ചിരിക്കണം. അപ്പൊ അവരൊപ്പം ഒരു സഹോദരൻ തന്നെ മുസ്ലിം സഹോദരനെ ഡ്രൈവറായിട്ട് പോകണം. അപ്പൊ അതൊക്കെ അവിടെ ഫുള്ള് ഒരു ഏട്ടന് 5 പോളേനെ എല്ലാരും അങ്ങനെയാണ്. എല്ലാരും നല്ല നല്ല പരിചയമുള്ള ആൾക്കാർ എല്ലാരും ഒരുമിച്ചല്ലേ. അപ്പൊ അതൊക്കെ മുസ്ലിങ്ങളെ പറ്റി അറിയാം, അവർക്ക് എല്ലാം അറിയാം. അപ്പൊ അതൊക്കെ ഒരു വിഷമല്ല, എന്തോ ഒരു ബുദ്ധിമുട്ടില്ലാണ്. ഇവിടെ എല്ലാം കാണുമ്പോൾ അതന്നെ പറഞ്ഞ ഇപ്പൊ ഒരാള് പറഞ്ഞ ആളും എന്താ മടവൂർ എന്താ കുറെ വീഡിയോ CM മടവൂർ പറ്റി തന്നെയല്ലേ. CM മടവൂർ അവർക്ക് കടവുള് പോലെ അതെ ശരിക്കും. അത് കുത്തുമ്പോ എന്താ കുത്തുമ്പോ കുറെ നാളെ കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു ചങ്ങായി ഉണ്ടല്ലോ, ഒരു മൂപ്പർ പേര് അറിയില്ല എനിക്ക്. ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാവരും തണ്ടന്മാരെ ഉള്ള ഓരോ വീടുകളിൽ പോയിട്ട് മൈക്ക് പിടിച്ചിട്ട് ഉങ്ക ഇതിലേ കൂടെ കണ്ടിരിക്കുന്നു, നിങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത് പോരാത് എന്ത് പറഞ്ഞു ഇത് CM എന്താ പറഞ്ഞു ഉങ്ങളടുത്ത് അവിടെ കാട്ടിൽ പോയി അതുകൊണ്ടാ ഇതുകൊണ്ടാണ്. എന്താ ആൾക്കാരാണ് ഇവരെല്ലാം, എങ്ങിട്ടാണ് പോണ അറിയില്ല സത്യം പറഞ്ഞാൽ. அது இவருக்கு தெரியாது முகமது அமீன். தாங்களே அல்லாஹுவை தெரிஞ்சு இஸ்லாமிலேக்கு வந்துட்ட. அவங்க அல்லாஹு யாருன்னு அவருக்கு தெரியாது. அவரு இப்ப சாமி தொழுக கும்பிட போறது இந்த CM கபருங்க. ഇല്ല സത്യം പറഞ്ഞ ഇവര് ശരിക്ക് ഖുർആൻ ഹദീസ് എടുത്ത് വായിച്ചാല് പിന്നെ ഇവര് ആ തെറ്റാണ് വലിയ നിങ്ങട്ട് പറയാം. എവിടെയാണ് ഞാനിപ്പോ പണിക്ക് പോകും. അതായത് നമ്മള് സഹോദരന്മാര് എത്രയോ പേരയ്ക്ക് പണിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോയാൽ എന്നും നോക്കിയാൽ ഓരോ പേരയിലെ മൊബൈലാണ്. ഇപ്പൊ മൊബൈൽ എടുത്തു വെച്ചിട്ട് ഒவ்வொரு മോദിയാർമാരെ വയറില് പറഞ്ഞില്ല രാഹുൽ സുബൈർ മൗലിഷ ഫോണില് ഫുള്ള് അതാണ് കേൾക്കുന്നത് എല്ലാരും. ഉമ്മമാര് ഉള്ളത് അങ്ങനെയാണ് ഇപ്പൊ. എല്ലാം ഉമ്മമാരല്ല ഇപ്പൊ ചെറുപ്പക്കാർക്ക് കല്യാണം കഴിഞ്ഞാൽ പെണ്ണുകളൊന്നും എല്ലാം ആ വയറില് തന്നെ ഒவ்வொரு പേരയിലും വെച്ചിട്ട് വെള്ളം മൊബൈലിന് മുമ്പിൽ വെള്ളവും വെച്ചിട്ട് ഊതുന്ന ആ ഇതാണോ അതോ അതും പിന്നെ മറ്റേ ഉങ്ക ഭാഗത്ത് ഒരാളുണ്ടല്ലോ അതെന്തറിയോ മൊബൈലിലെ ഓൺലൈൻ ആത്മീയ അതാണ് കച്ചവടം അതും കേട്ടിട്ട് ഞാനും കൊറേ എന്താ പെണ്ണുകൾ കേൾക്കാ. ഞാൻ പറഞ്ഞ ഈ ചങ്ങ ഭയങ്കര 1 നമ്പർ ആൾക്കാരെ മുഴുവതും പറ്റിക്കലാണ്.
நான் ஒவ்வொரு வீഡിயோ உங்களோட വീഡിയോയിലെ എടുത്ത് കാണിക്കും. നോക്കിക്ക ഇയാൾ എവിടെയാണ് ആദ്യം എങ്ങനെ ഉണ്ടായത്, ഏത് ഉണ്ടായിരുന്നു, ആദ്യം ഒരു കോച്ചായി ഉണ്ടായിരുന്നു, ഗൾഫിലെ പോയി ഉണ്ടായിരുന്നു, ഒന്നും ഒരു പണിയും ശരിയില്ലാതെ ലാസ്റ്റ് തങ്ങളെന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെയൊക്കെല്ലാം നടക്കണുണ്ട് എല്ലാം കാണിച്ചു കൊടുക്കും அந்த பெண்ணை எடுத்து. அப்ப அதுல இருந்து அவளு கேட்கறது இல்ல. நீங்க பொண்டாட்டிக்கிட்ட தெளிவா சொல்லுங்க, நீ ராவில வேலைக்கு போகணும். நான் சுப நிஸ்கரிச்சு பாடு நேரத்துல போவோம், வேலைக்கு போகணும், வேலை செய்து வரணும். அவங்களோட வேலை அதுதான், அதாவது வயிற்றுப்பழப்பு. அதானே அப்ப அது இல்ல. அவரு சத்தியம் പറഞ്ഞ ஒரு கைக்கோட்டை எடுத்துட்டு போய் மண்ணு மந்தியா கூட வைநேரம் ஆகும்போது ஒரு 800 ரூபாய் 850 ரூபாய் கூலி கிடைக்கல. அது இபாதத்து. നമ്മുടെ മക്കൾക്ക് മറ്റു ഭക്ഷണം കൊടുക്കാനല്ലേ, നമുക്ക് ജീവിക്കാനല്ലേ നമ്മൾ പണിക്ക് പോണത്. ഇല്ല, ഭക്ഷണം കൊടുക്കുമ്പോൾ അലാലാണ് ഭക്ഷണം കൊടുക്കണം. ഒരാളെ മറ്റവരെ പറ്റിച്ച് ആ പൈസ പുടുങ്ങി തിങ്ങുമ്പോൾ അത് ഹറാമല്ലേ. അതെ, നിങ്ങൾ ചെയ്യുന്നത് രാവിലെ വേലക്ക് പോണു, അത് ഹലാല്, അത് റിസ്ക്, അത് ഇബാദത്ത്. ഇവര് ചെയ്തത് ഫുള്ള് ചൂഷണങ്ങൾ എല്ലാരെയും മറ്റവരെ ഫുള്ള് തെറ്റാன വഴിക്ക് തള്ളി വിട്ടിട്ട് ഇവര് ആ പൈസ വാങ്ങി പല്ല നിരക്കില്ല. ലാസ്റ്റ് പടച്ചവൻ സത്യം പറഞ്ഞാൽ ഇവര് നാളെ ആ പൈസ കൊണ്ട് തന്നെ പടച്ചവൻ എന്ത് അത് ഇതാക്കിയിട്ട് നെരുപ്പാക്കിയിട്ട് ലാസ്റ്റ് ആ പള്ളയ്ക്ക് തന്നെ കൊടുത്തുമ്പോ എങ്ങനെ ഉണ്ടാവും? അതെ, இப்ப நான் இப்ப ஒவ்வொரு வேலைக்கு போகல படிக்க, எல்லாருக்கும் தாத்த மரத்தை வரையும் உங்களுக்கு நீங்க இது கேட்கறத விட குரான் எடுத்துட்டு ஒரு 2 இது பாராயம் செய்தால அதுல இருந்து கிட்டுற கூலி இஷ்டம் படைச்சோன்ட்டு நல்லா கூலி கட்டும். இது வெறுതെ നിങ്ങൾ போன்ல இருந்து எந்த கிட்டும் உங்களுக்கு எல்லாம் ഇതിനകത്ത പോയാ പിന്നെ എന്താ അറിവിനില്ലാവ അവங்கிட்ட பிரிவு பிரிக்கிறது மட்டும்தான். பிரிவினையிலாவு ആ ചെക്കന എന്താ ഇതാണ് ഫുള്ള് മേക്കപ്പും ഇട്ടിട്ട് അവൻ പോസ് കണ്ടിരിക്കണ നിങ്ങള്? ഭയങ്കര போஸான எந்த இது. இப்போ ஒரு பெண்ணு கட்டிக்குன்னு வரீங்களா நீ உங்க இதுல தானே கேட்டுக்கணும். ஏதோ அவ அம்மாசனை ஏதோ சித்த அம்மாசனை அம்மாவனை ஏதோ அது இதாக்கின்னு எல்லாம் கேட்டுக்கணும். உங்க இதுலயும் கேட்டுக்கணும். அந்த வீடியோ ஃபர்ஸ்ட் பொறுத்து விட்டு நான் தான் அது கேட்டுக்கணும். அது ஒரு பெண்ணை எப்படியோ போயிட்டு எப்படியோ காசர்கோடு பார்த்தா அது போட்ட அது எல்லாருக்கும் தெரிஞ்ச காரியம். தெரிஞ்ச காரியம் இல்ல. இவரு இதெல்லாம் கேட்கணும் இல்ல. உம்மத்துகள் இதெல்லாம் அறியணுண்டு. அறிஞ்சாலும் പിന്നെയും അങ്ങോട്ട് തന്നെ പോകണുണ്ട്. அவரு எந்த முதல் மாதிரி எந்த தெட்டு செய்தாலும் குழப்பம் அவருக்கு. அது என்ன தெரியுமா, அவங்களுக்கு ஒன்னும் கடவுள் யதார்த்த கடவுள் யாருன்னு தெரியாது, கடவுளை எങ്ങനെ விசுவசிக்கணும்னு தெரியாது, கடவுளை எങ്ങനെ தொழுகணும்னு தெரியாது, எങ്ങനെ மனசினுள்ள வைக்கணும்னு தெரியாது. அவங்களுக்கு விசுவாசம் இந்த பர்டிகல்ஸ் தீம் தான். அதான் சத்தியம். சுபைக்கெல்லாம் ஒட்ட இல்ல. இப்ப பள்ளிக்கெல்லாம் மகரிப்பு கூட இப்ப போயா கூட எத்தனையோ ஆൾക്കാർ அங்காடியில உண்டோம் பள்ளிக்கு போலாம். இப்போ ஒவ்வொரு ஆൾക്കാരனாலும் കച്ചവടക്കാരനെ കണ്ടിരിക്കണം. കടയില 4 ആൾ ഉണ്ടായിരുന്നു ആ പള്ളിയില. இப்போ ஒரு ஆள் மாட்டி ஒரு ஆள் நிஸ்கரிக்கும் போது அதெல்லாம் படைச்சவன் நாள அவனுக்கும் நல்ல பர்க்கத்தும் உண்டாவும், நல்லா கூலியும் கிட்டணும் படைச்சவன் இருந்து. நான் உங்ககிட்ட ஒரு கன்சென்ட் கேட்கட்டுமா? എന്റെ വീഡിയോസ് കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ നിരവധി ആളുകൾ കേൾക്കുന്നത് കാണുന്നത്. ஆனா இந்த நாம സംസാരിക്കുന്ന இந்த டாபிக் இல்லே, இது நான் யூடியூப்ல போட்டுமா, குறைய ஆளுகளுக்கு இன்ஸ்பிரேஷன் கிட்டும். உங்களுக்கு ஏதாவது பிரச்சனையா? எனக்கு ஒரு சரி, ஏன்னு தெரியுமா, அதாவது அல்லாஹுவை தெரிஞ்சு அஷ்ஹது அல்லா இலாஹ இல்லல்லாஹ் அஷ்ஹது அன்ன முஹம்மது ரசூலுல்லாஹ் എന്ന് சொல்லி ദീനിലേക്ക് വന്ന ആളുകള് പാരമ്പര്യവാദികളായ முஸ்லீம்களுக்கு எப்படி அல்லாஹ்னை தெரியணும், எப்படி அல்லாஹ்வுக்கு இபாதத் செய்யணும்னு நீங்க சொல்லி கொடுக்கிறது சரிதானே? சத்தியம் പറഞ്ഞാല് இப்ப നമ്മള് எது வேண்டாம். നമ്മളിപ്പதான் രാവിലെ 5 നേരം നിസ്കാരം 5 നേരം നിസ്കരിച്ച് പടച്ചവനെ ചോർന്നാലും മതി. അത് പടച്ചവണത്തെ എല്ലാ കൂടി നാളെ ഇത് വേണ്ട. രാവിലെ സുബൈ ജമാത്തോടെ പോയി നിസ്കരിച്ചാലോ പടച്ചവന്റെ എന്തോ ഒരു കൂലി കിട്ടും. മലക്കുമാർ ഉള്ള സമയമാണ് ഇത്. മലക്കുമാർ നമ്മൾ ഒപ്പം ഉള്ള സമയം. നമ്മൾ ആ സമയം ഇരുന്ന് പള്ളിയിൽ സുബൈ 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചവന്റെ ചോർന്നാൽ ഈ മലക്കുമാർ മേലെ കയറുമ്പോൾ പടച്ചവന്റെ ചോദ്യം പടച്ചവനെ മലക്കുമാരെടുത്ത് ചോദിക്കും, എന്റെ അടിയന് എന്തെന്നെ അടിയനുകൾ എന്താ ഉങ്ങളടുത്ത് എന്താ ചോദിച്ചവിടെ? അല്ലാക്ക് അറിയാം. ഏത് പടച്ചവനൊക്കെ അറിയാം ഇവര് എന്താ നമ്മളെ എന്താ അടിയന്മാര്
എന്താன்னு ചോദിച്ചാ പടച്ചോണൊക്കെ അറിയാം, இருந்தாலும் படைச்சு அது எப்படின்னு கரெக்டா சொல்லட்டுமா? ഉം നാമ എന്ത് പരീക്ഷണം വന്നാലും എന്ത് ഉം ബുദ്ധിമുട്ടുകൾ ഉം വന്നാലും ആ അള്ളാഹുവെ ഇപ്പോ നമുക്ക് ഏതോ പരീക്ഷണം വരും. ഉം പരീക്ഷണം വന്നിരുന്നാലോ നാമ അൽഹംദുലില്ലാ മട്ടും ചൊല്ലി അള്ളാഹുവെ പഴി പറയാതെ ഇബാദത്തിലേ നടക്കുക. നമുക്ക് ഏതോ ഒരു പെരിയൊരു ബുദ്ധിമുട്ട് എന്നിട്ടും ഇപ്പൊ ഉം നമ്മൾ അള്ളാഹുവെ മാത്രം നനച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് മാത്രം തേടി നടക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന മലക്കുകളോട് ചോദിക്കും, എന്താണ് എൻ്റെ അടിമയുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അവൻ നിന്നെ സ്മരിക്കുന്നു എന്നാണ് ആ പറയുന്നത്. ആ അപ്പൊ നമുക്ക് അള്ളാഹു സ്വർഗത്തില് ഒരു സ്ഥാനം ഉയർത്തി തരികയാണ്. ആ മനസ്സിലായി. ഇവിടെ ഉം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ഇവര് മയ്യത്തുകളോടും ഈ മനുഷ്യ പിശാചുകളോടും പോയി തേടുകയാണ്. ആ അള്ളാഹു അതാണ്. ചോദിക്കുമ്പോ മലക്കുകൾ പറയും, ആ മനുഷ്യൻ നിന്നെ വിട്ടുകൊണ്ട് മനുഷ്യരിലേക്കും മയ്യത്തുകളിലേക്കും തിരിയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നരകത്തിലാണ് ഇത് കൂട്ടിത്തരുന്നത്. അതാണ് ആ വിഷയത്തിലുള്ളത്. നിങ്ങൾ ആ പറയും. ഇപ്പൊ ഈ 7-8 കൊല്ലം ഇന്നവരെ പടച്ച കണക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇന്നവരെ അൽഹംദുലില്ലാ ഒരാകത്ത എന്തോ ആരടുത്ത് 1 രൂപ കടന്നോ എന്തോ ഒരു കഷ്ടമോ എന്തോ ഒരു ബുദ്ധിമുട്ടില്ലാതെ പെരയായി. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ ഉം. പെരയായി. എന്നെ അവന് എനക്ക് ഒരു ഉം. ഉം. കുട്ടിയായിട്ടില്ല. ഉം. ആയിട്ടില്ല. കുട്ടിയായിട്ടില്ല ഇരുന്നാൽ പടച്ചവൻ തരുമ്പോ തന്നോട്ടെ. അങ്ങനെയാണ് ആ അത്രേ ചിന്തയാണ്. ഉള്ളൂ, അത്രേ ഉള്ളൂ. അവൻ ഉദ്ദേശിച്ചിട്ടില്ല, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പടച്ചവൻ നൽകും. തരില്ല. ഇല്ല ഇതോടെ ഞാൻ മരിച്ചു പോയാൽ നാളെ അവിടെ ഉണ്ടാവും. ശാലിയാൻ ഒരു കുട്ടിയും പടച്ചവൻ തരണുണ്ടാവും. ഇത് ഉണ്ടാവും. മരിച്ചു ആ മുഹമ്മദ് അമീൻ, ചിന്തേനെ. முகமது அமீன், அது ஒரு பரீட்சணை இப்போ உள்ளது. நீங்க நீங்க கேட்டுக்கொண்டே இருக்கு, தொழுகிற சமயம் எல்லாம் கேட்டுக்கொண்டே இருக்கு. நானும் பிரார்த்திக்கிறேன் உங்களுக்கு அல்லாஹு ஹைரான ஒரு குழந்தைய தரட்டும். ஆமீன். நானும் பிரார்த்திക്കാം. അത് ഇപ്പൊ ഇരുന്നാലും ഇപ്പൊ നാണ് ഇപ്പൊ എന്തോ ഒരു ബുദ്ധിമുട്ടില്ല. ആർക്കും ഒരു ഇതില്ല. നമ്മളിപ്പോ 5 പള്ളിയിൽ പോകും. രാവിലെ സുബഹിക്ക് പോകും. സുബഹി പോയി നേരെ ബന്ധപ്പാട് നേരെ പെണ്ണുകളെല്ലാം റെഡി ആക്കും. നേരെ പണിക്ക് പോകും. പണിക്ക് പോയിട്ട് പിന്നെ നേരെ അതേ സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയാണ് എത്തുമ്പോൾ 4 മണിയാവും. അപ്പൊ ആ സമയത്ത് ചില നേരം ജമാത്തോടെ പോയി നിസ്കരിക്കും, ചില നേരം പെരയില വന്നിട്ട് നിസ്കരിക്കാൻ. ആ സമയമൊക്കെ ഇപ്പൊ നമ്മള് വന്നിട്ട് കുളിച്ചിട്ട് പിന്നെ അങ്ങനെ ഇതാവും. ഇരുന്നാലും ഇപ്പൊ ഞാനിപ്പോ ഒവ്വൊരു പെരയ്ക്ക് പോയാൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഓർത്തോന്നിട്ട്, നിങ്ങൾ ഇത് ഏത് മൊബൈൽ കൂടി കേൾക്കறத വിட നിങ്ങൾ ഏത് ഖുർആൻ എടുത്തിട്ട് ഒരു 2 ഭാഗത്ത് പാരായണം ചെയ്താൽ പടച്ചോണ്ടെന്ന് നല്ല കൂലി കിട്ടില്ല. അത് ഇതെവിടെ അതല്ല കൂലി നന്നായിട്ട് അവർ കിട്ടും. உங்ககிட்ட தமிழ் டிரான்ஸ்லேஷன் இருக்கா ഖുർആന്? എന്നിടത്തുണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം. ഉണ്ടോ? ഇല്ല, എനക്ക് ഇത് മാത്രം എന്താ ഇത് അല്ലാടെ റസൂലിനോട് കുറച്ചും പാടെ ഈ ചരിത്രങ്ങൾ അറിയാണ്. അപ്പൊ അത് തന്നെ ഞാനിപ്പോ തമിഴ്നാട് പോയാൽ ഇരുന്നാൽ മറന്നുപോയി. ഓക്കെ, തമിഴിലുള്ള ചരിത്രങ്ങളാണ് വേണ്ടത്. അല്ലാടെ റസൂലിനോടെയും പിന്നെ ഇബ്രാഹിം ഇസ്ലാം നബിയോടെയും. അപ്പൊ അത് 2 ചരിത്രങ്ങൾ അറിഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തും ഇബ്രാഹിം നബിയെല്ലാം ഇപ്പൊ അതെല്ലാം നമ്മളെ ചെയ്ത നെருப்பு குண்டத்துல விடும்போது இப்ராஹிம் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் എന്താ പറഞ്ഞിരിക്കണം, வந்து இறங்கி உங்களுக்கு ஏதாவது சகாயம் வேணுமான்னு ചോദിക്കുമ്പോൾ இப்ராஹிம் എന്താ പറഞ്ഞ്, அந்த ரப்போட சகாயம் மாத்திரம் எனக்கு யாரும் வேண்டாம். உங்க நம்பர் அட்ரஸ் சொல்லுங்க. முகமது அமீன். இப்ப நான் ഈ പെരയോட നമ്പർ കിട്ടിയിട്ടില്ല. അത് വേണ്ട. മുഹമ്മദ് അമീൻ ഇങ്ങ അതല്ല, ഇത് റെക്കോർഡിങ് ആകുമോ? இல்ல, அது நான் கட் செய்யும். அட்ரஸ் போகல. அட்ரஸ் போகல. இல்ல பேர்சனல் அட்ரஸ் ஒன்னும் இதுல வராது. நீங்க சொல்றது நல்ல காரியங்கள் மட்டும் தான் வரும். இப்ப நாம സംസാരിക്കുന്നത് ഇതിൽ കട്ട്. ആയിക്കോട്ടെ. ஓகே, எதுக்குன்னு வச்சா தமிழ்ல இருக்கு புக் இருக்கா, நான் அனுப்புறேன். பிரச்சனை இல்ல. ആയിക്കോട്ടെ. ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവരടുത്ത് ഉണ്ടെങ്കിൽ അവരെനിക്ക് ഏതൊക്കെ ബുക്കുകളുടെ എന്നുള്ളത് അറിയിക്കും. അപ്പൊ ഞാൻ ആ ബുക്കുകൾക്കുള്ള പേയ്മെന്റ് ഞാൻ അവർക്ക് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ്സിൽ ബുക്ക് വരും, നിങ്ങൾ അതിനൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇപ്പൊ നാണ് ആദ്യം ഇത് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അപ്പൊ നമ്മളടുത്ത് ഇത് ദബിളി ജമാഅത്ത് അവിടെ ഉസ്താദുമാരെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ പുറത്ത് ഇറങ്ങി, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മറ്റവരെ നിങ്ങൾ ആരെയും നോക്കണ്ട.
ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് മற்றവരെ നിങ്ങൾ ആരെയും നോക്കണ്ട. ഏன்னா ഇവിടെ வந்து ഉം. 100% 90% മുസ്ലിം പേരിൽ മാത്രം മുസ്ലിം ഉണ്ടാവും. പറയാം മുസ്ലിം. അപ്പൊ അതും പേരിൽ മാത്രം പറയണ മുസ്ലിം, മറ്റത് അതാണ്. ഫുള്ള് അവര് ഉം. തെറ്റായത് 10% മാത്രം മുസ്ലിം. നിങ്ങൾ അങ്ങനെ പോയാൽ മതി. ഉം. ഇല്ല നിങ്ങൾ അറിയാതെ ആൾക്കാർ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഉം. ഇപ്പൊ സത്യം പറഞ്ഞ அவங்க പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉം. നമുക്ക് തന്നെ മനസ്സിലാക്കണ്ട എവിടെ പടച്ചവനെ വിട്ടിട്ട് എവിടേക്കെല്ലാം ഇവർ പോകുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞപ്പോ നാളെ ഇപ്പൊ എനക്ക് കുട്ടിയില്ല, അപ്പൊ അത് പറ്റിയിട്ട് ഇതുമല്ല നമുക്ക് ഒരു ബുദ്ധി എനക്ക് എന്തോ ഒരു വിഷമമോ അതില്ല. നമ്മൾ ഉം. പടച്ചവൻ തരുമ്പോൾ തരട്ടെ, അതുക്കുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ഉം. 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 റബ്ബ് തരുമ്പോൾ തന്നോട്ടെ, ഉം. അതുക്കുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കും, നമ്മൾ അതുക്കുള്ള ക്ഷമിക്കുന്നുണ്ട്. ഉം. ഉം. ഇപ്പൊ അതേപോലെ ഇപ്പൊ ഞാനെന്താ സത്യം പറഞ്ഞപ്പോ ഓരോ ആൾക്കാർക്ക് നമുക്ക് ഇപ്പൊ എനക്ക് അറിഞ്ഞ് ഇപ്പൊ എന്റെ നാട്ടിൽ പോകുമ്പോ ഞാൻ ഇമ്മാക്കളാൻ പറഞ്ഞു കൊടുക്കും. ഉം. എന്റെ ഇമ്മാക്കളാൻ പറഞ്ഞു പോവാൻ ഉം. ഇത് ഉം. ഇതെല്ലാം പറയാമല്ല. ഞാൻ പറയാ എനിക്കിപ്പോ എല്ലാം പടച്ചവൻ മാത്രം കടവുൾ മാത്രം ഉണ്ട്. എനിക്ക് ആ ചിന്തയിലാണ് ഞാൻ പോയത്. ഉം. ഇമ്മാടുത്ത ഏട്ടന്മാരടുത്ത് പറഞ്ഞ് ഉം. ഇപ്പൊ എന്റെ അച്ഛന്മാർ വാപ്പാന്ന് പറയില്ലേ, അല്ല അച്ഛൻ சொல்லுங்க, അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്ന എന്റെ പെങ്ങന്മാർ കുട്ടികൾ എന്ത് ചെയ്യും, അച്ഛനാണ് ദൈവം, എന്റെ അവിടെ താത്താന്ന് പറയും, മൂത്തച്ഛൻ ദൈവമാണ്. ഇപ്പൊ എന്താ ചെയ്യുന്ന വിളക്ക് കത്തിക്കുന്നുണ്ട്, കർപ്പൂരം കത്തിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്ത് ഇതേപോലെ തന്നെ മറ്റേ ദൈവങ്ങളും ഇപ്പൊ ഇങ്ങനെ വന്നതല്ലേ. ഇപ്പൊ നമ്മൾ ഓരോ ദൈവം ഇപ്പൊ എന്റെ നാട് പറഞ്ഞാൽ കാളി, കുറെ ദൈവങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഒവ്വൊരു പേരുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇതായിട്ട് അങ്ങനെ അങ്ങനെ കണ്ടമാന ദൈവങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതേപോലെ വന്നത് തന്നെ. അപ്പൊ അത് കണ്ടിട്ട് അപ്പൊ അത് ഇതാക്കിയിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ നമ്മളെ പടച്ചവൻ ഇപ്പൊ നിങ്ങൾ ഓരോ ദൈവങ്ങളും ആ കാളി ഭയങ്കര ഇതാക്കും, ആ പുറത്ത് കല്ലിയിട്ട് കയ്യും കാലും അപ്പൊ ഇതായിട്ട് അങ്ങനെല്ലാം ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെ പടച്ചവൻ നമ്മളെ ഇവിടെ അളക പടച്ചവൻ എങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് അടയ്ക്കാതെ ഇവര് മറ്റേത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞാൻ മനസ്സിലാക്കി. പിന്നെ അവര് ഉണക്ക് പ്രാന്താണ്, ഉണക്ക് ഒറ്റ പിടിച്ച് ഉണക്ക് സുഖമല്ലേ ഉണ്ണ யாருக்கு பைத்தியம் உங்களுக்கு தெரியும்ல. അതാണ് അവര് പറയുന്നത്. என்ன പറയുന്നു ഉണ്ണ யாருக்கும் നല്ല കളി മണ്ടേ നല്ല കളിയിരിക്കണം. ശരി. ഞാൻ പറയാം നമ്മളെ ആരെയും മണ്ട തല കൊണ്ട് കളിയിരിക്കണം. നമ്മൾക്ക് നമ്മൾ അറിഞ്ഞിട്ട് പിന്നെ തെറ്റാണ് വഴിക്ക് പോறது തെറ്റല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ഞാൻ എനക്ക് ഇഷ്ടപ്പെട്ട് ഇത് പടച്ച മുറുക്കം മാത്രമാണ് ആ വഴിക്കാണ് അങ്ങനെ പോകുന്നു. അങ്ങനെ ഇപ്പൊ പെരക്കാരടുത്ത് പറഞ്ഞു കൊടുത്ത് മനസ്സിലായി. അപ്പൊ അവർക്ക് ശരി, പിന്നെ വേറെ പറയാൻ പാടില്ല. ഏന്നാ അപ്പൊ നീங்க വണങ്ങരുത്, കല്ലാണ് അതാണ് ഇതാണ്, നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ് അവരെ വെറുപ്പിക്കാൻ പാടില്ല. അത് അവരുടെ ഇഷ്ടം. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തു പിന്നെ അത് അവരോട് ഇഷ്ടം, അത് അവരെങ്ങനെയാ. പിന്നെ അതേപോലെ നമ്മൾ ഒരു പിറകെ പോകുമ്പോൾ എങ്ങനെയാ മറ്റവർ നമ്മളെ എങ്ങനെയാണ് നടക്കണമോ அதை കണ്ടിട്ടാണ് മற்றവർ ചോദിക്കുക എങ്ങനെയാണ് ഇതെല്ലാം. നിങ്ങൾ ഇപ്പൊ ഒരാൾക്കാർ പറയും ഇവളോ കഷ്ടം இருந்தாலும் നന്നായിട്ട് പോകണില്ല, എന്തോ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകണില്ല ഒരാൾക്കാർ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തു മതി. അപ്പൊ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനക്കെല്ലാം ഈ ഞാൻ 5 ജമാഅത്ത് ഒരു ദിവസം കൂടെ മിസ്സായ എന്ന് ജമാഅത്തോടെ നിസ്കരിക്കണം. ഇപ്പൊ ലീവായാൽ കൂടെ ഒരു ദിവസം ഇപ്പൊ തൊട്ടടുത്ത് പള്ളി ഇങ്ങനെ പോകും, ഇവർക്ക് അസർ ഇങ്ങനെ പോയി നിസ്കരിക്കും. പിന്നെ ലീവ് പണിയുള്ള സമയം എന്താ ജമാഅത്ത് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏன்னா നമ്മള് ജീവിതം നോക്കണം. പിന്നെ അത് കൂടെ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ പള്ളിയിൽ എവിടെ അസർ സമയം ഉണ്ടായിരുന്നു അവിടെ കയറും, അങ്ങോട്ട് കയറും. ഇപ്പൊ നാളെ 5 നേരം നിസ്കരിച്ച് പടച്ച എന്തോ ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ഇപ്പൊ ഓരോ ആൾക്കാര് എത്രയോ ആൾക്കാർ കട തുറന്നു വെക്കണം. ഇത് രാവിലെ 9 മണി വരെ പെരയില കടന്ന് ഉറങ്ങിയിട്ട് നിസ്കാരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇറങ്ങിയിട്ട് പോയിട്ട് എന്താ ചെയ്യും, 9 മണിക്ക് പോയി കട തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ ഇരിക്ക. നമ്മൾ പോയി നാളെ സത്യം പറഞ്ഞാൽ എത്രയോ കടയിൽ ചോദിച്ചിരിക്കണം. ഇങ്ങനെ പോയി ഞാൻ ചോദിക്കും എത്രയോ കടയിലെ നമ്മളെ സഹോദരന്മാരുടെ ചോദിക്കും എന്താ പാട് സുഖമല്ലേ. പോരെ കച്ചവടമല്ല, ഒന്നുമില്ല. എങ്ങനെ കച്ചവടം ഉണ്ടാവും, ഇവർക്ക് എങ്ങനെ കച്ചവടം. സുബ നിസ്കരിക്കാതെ പോയിട്ട് ഏതോ ഒരു പണി തൊട്ടാലും പടച്ചവൻ അവർക്ക് ഫുള്ള് തരത്തിന് ഏത് ഒന്നും ഉണ്ടാവില്ല. ഇവര് അതറിയില്ല. സത്യം പറഞ്ഞാൽ ഇവർക്ക് പടച്ചവനം മറന്നിട്ട് നല്ല 9 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് 9 മണി വരെ ഉറങ്ങിയിട്ട് പിന്നെ 10 മണിക്ക് പോയി പണിയും നോക്കിയാൽ പിന്നെ എങ്ങനെയൊക്കെ ഉനക്ക് ഇതുണ്ടാവും, ബർക്കത്തും ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും. പിന്നെ അതാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവനും പഠിക്കാതെ അതായത് ഫ്രീ ആയിട്ട് ഇസ്ലാം കിട്ടിയവനും തമ്മിലുള്ള വ്യത്യാസം അമീൻ ഭായി. அத நீங்க இப்ப நீங்க வேணும். நானும் எத்தனையோ ஆൾക്കാരെ കണ്ടു, എത്രയോ ആൾക്കാർ ഞാൻ ചോദിക്കും എന്താ കുടുംബ കഷ്ടമാണ്, എന്താ കഷ്ടം, കസ്റ്റമറാണ് എന്താ കാരണം. സത്യം പറഞ്ഞാൽ
ഇവര് ഇത് പടച്ചവനെ മറന്നിട്ട് പിന്നെ മറ്റേ ജോലി മറ്റേ ഇതുകൾക്കും പോയിട്ട് എല്ലാ ആഡംബരം ഇത് ചെലവാക്കല്, പിന്നെ എന്ത് ചെയ്ത് കടം മേടിക്കുക. ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തുകളെ എടുത്തുകിട്ടാലേ അവർക്ക് കച്ചവടം ഇല്ലായിട്ടല്ല, അതായത് അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ കച്ചവടമാണെങ്കിൽ പോലും അതിൽ ബർക്കത്തുണ്ടാവും. ഇത് 10 രൂപ ഇത് തികയില്ല തോന്നുകയാണ്. അതാണ് 10 രൂപ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോണു. ഇപ്പൊ സത്യം, ഇപ്പൊ സത്യം എനക്ക് അറിഞ്ഞിരുന്നത് ഇപ്പല്ല, ഞാൻ അപ്പറന്ന് ശരി ഒരു പാവപ്പെട്ട വീട്ടിൽ പോയാൽ കൂലി കണ്ടറിഞ്ഞ് വാങ്ങാറ്. മറ്റൊരു ഒരാളെ പറ്റിച്ചിട്ട് ഇന്നൊരു ഒരു രൂപ 2 രൂപ പറ്റിക്കൽ പരിപാടിയില്ല. ഞാൻ കറക്റ്റ് ആ കൂലി മാത്രം. ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആയിരത്തി ഭാഗത്ത് ഇപ്പൊ 900 1000 രൂപ കൂലി മേടിക്കണം. എന്ത് ലോക്കലില് പോയാലും 800 തവത്ത് ഞാൻ പൈസ മേടിക്കണം. അങ്ങനെ പണി ഇഷ്ടം പോലെ ഉണ്ട് അൽഹംദുലില്ലാഹ്. പണി ഇഷ്ടം പോലെ ഉണ്ട്, ഇരുന്നാലും ആ 800 ഉണ്ടല്ലേ, എന്നിട്ട് 800 മേലെ ഞാൻ മേടിക്കില്ല ലോക്കലിൽ പോയാലും. അങ്ങനെയാണ് നമ്മൾ മേടിച്ചു പോക്കാന്. ഒவ்வொரு പേരയിലെ സത്യം പറഞ്ഞാൽ ഒவ்வொரு ആൾക്കാരെ അവസ്ഥ കണ്ടാലേ അത് വേണ്ട, കുറച്ച് ഒരു 500 ഒരു 300 കൊടുത്തോ അത് മതിന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ആളാണ് ഞാൻ. ഏன்னா നമ്മള് നാളെ പടച്ചോണ്ടെന്ന് കൂലി കിട്ടിക്കോളും ആ ചിന്തയിലാണ് നാളെ പോക്ക്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ആൾക്കാർ തെറ്റാണ് വഴി പോകാൻ കാരണം എന്താ? കാരണം പടച്ചവനെ മറക്കരുത്, പിന്നെ കട തുറന്നത് കച്ചവടം എല്ലാം ഒന്നുമില്ലാതെ ലാസ്റ്റ് പോയി കടം മേടിക്കുക, കടം മേടിച്ചിട്ട് ലാസ്റ്റ് ഉള്ള കടം ഫുള്ള് മേടിച്ചിട്ട് ഉള്ള അസുഖങ്ങളും ഇവർ തന്നെ ഉണ്ടാക്കണം. അസുഖം എന്താ വരാന കാരണം കടനം മേടിക്കാൻ ലാസ്റ്റ് മാപ്പിളക്ക് എങ്ങനെയാണ് കൊണ്ടുപോയി തിരിച്ചടയ്ക്കാൻ, എങ്ങനെയാണ് നമ്മളെ കൊണ്ട് പറ്റുമാണ് ഒന്നറിയാതെ ഇങ്ങനെ ഇരിക്ക. ലാസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യേ, പെണ്ണുകൾ പോയി ചോദിക്കുക എവിടെയാച്ചും പോക, ഒരു മോദിയന്മാരുടെ അടുത്ത് പോക, ഇതേപോലെ കഷ്ടത്തിലുണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെ കച്ചവടം ഒന്നുമില്ല കടന്നാണ്. ശരി, ഇതിനൊരു 10,000 ഇല്ല അതും പറയില്ലേ, ഒരു പാത്തിയൊക്കെ ഒരു 10,000 കടം വീട്ടി കൊടുക്കാണ്. ഒരു മൗലിസെല്ലാം ഉണ്ടല്ലേ, എന്താ പറയുന്നു 10,000 പാത്തിക 10,000 ഒരു പാത്തിക 10,000 ആ കടം വീട്ടി കൊടുക്കാൻ ആ സഹോദരിയും പറയാം മാപ്പിളക്ക് കടം വീട്ടി കൊടുക്കാൻ 10,000 പറഞ്ഞിട്ട് കുറെ ഇപ്പൊ മൗലിസ് ഉണ്ടല്ലേ. സത്യം പറഞ്ഞ ആ പെണ്ണ് ആ 10,000 കൊണ്ടുപോയി കടംകാരന് കൊടുത്താൽ കടം കഴിഞ്ഞില്ലേ. ഇല്ല ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ അങ്ങോട്ട് കൊടുത്താൽ കടം കഴിഞ്ഞില്ല. തീരെ ചിന്തിക്കാൻ ഒരു ഇതുണ്ടാ. ഇല്ല ഇവരാണ് പോക്ക്. ഇവര് പറയും ഇവിടെ പോയ നന്നാവും, അവിടെ പോയ ഇതാവും, ഇവിടെ പോയ ഇതാവും പറഞ്ഞിട്ട് പെണ്ണുകളാണ് എന്ത് ചെയ്തത്, ഇവര് കടം മേടിച്ചിട്ട് ലാസ്റ്റ് ആണുകളെ കൊണ്ടുപോയിട്ട് അവിടെ പോയ നന്നാവും, ഇവിടെ പോയ അങ്ങനെ പോയിട്ടാണ് ലാസ്റ്റ് ഇവർ തെറ്റാണ് വലിച്ചു പോകാൻ കാരണം. ഇവര് കറക്റ്റ് അഞ്ചിനെ നിസ്കരിച്ചാണ് ഒരു 10 രൂപ കെട്ടിയാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് പടച്ചവൻ അസുഖം തരുമ്പോ തന്തോട്ട് പടച്ചവൻ അതുക്കുണൂറ് നമുക്ക് മാറ്റാനൂറ് അതുക്കുള്ള ഇത് ഉണ്ടാവില്ലേ, മാറ്റാനുണ്ടാവും. അൽഹംദുലില്ലാഹ് ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നല്ലേ. നമ്മള് പടച്ചവൻ ഏതോ ഒരു നാട്ടം ഉണ്ടാവും. അതായത് അങ്ങനെ ഒരു ഈമാനോടെ ഉള്ളവർക്ക് പടച്ചവൻ എങ്ങനെയാണ് ഒരു അസുഖം എന്തായാലും പടച്ചവൻ മാറ്റിയാണ് അതുക്കുള്ള ഇത് വലിയ ഉണ്ടാവും. അതെ, ആണോ ഇവർക്ക് ആ ചിന്തല അവിടെ പോയ നന്നാക്കാം, ഇവിടെ പോയ നന്നാക്കാൻ പറഞ്ഞാൽ അവിടെ ഇവിടെയും പോയിട്ട് ആ പൈസ വെറുതെ ഇതാക്കി. അതാണ് എത്ര ആൾക്കാർ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ എത്രയോ ആൾക്കാരെ കാണുന്നുണ്ട്. ഞാനിപ്പോ എത്രയോ പേരെ പണിക്ക് പോകണില്ല, എല്ലാം കാണുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്, ഓരോ ആൾക്കാർ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എത്രയോ വലിയ വലിയ പേര ഉണ്ടാക്കിയത് ആർക്കാണിത്. ഇപ്പൊ 400 പേര ഉണ്ടായി ഒറ്റ റൂമ്പ് തന്നെ അൽഹംദുലില്ലാഹ് അത് മതി. പിന്നെ നമ്മളെ കൊണ്ട് പറ്റത് കുട്ടികളെ പിന്നെ മേലെ ഉണ്ടാക്കുക. എന്താണ് എന്റെ അടുത്ത് ഇതില്ല സത്യം പറഞ്ഞ. ഇത് ഇപ്പൊ ഈ പെര ഉണ്ടാക്കിയല്ലേ, എന്റെ അടുത്ത് ഇതില്ല, എന്റെ പെണ്ണുകളുടെ അടുത്ത് ഇതില്ല. എന്റെ പെണ്ണുകളുടെ അടുത്ത് ഇതില്ല. അതൊരു പാവപ്പെട്ട പെണ്ണാണ്. പാവപ്പെട്ടല്ല, അത് പടച്ചോ അങ്ങനെ പറയാൻ പാടില്ല. അത് നമ്മൾ എല്ലാരെയും നോക്കരുത്, പടച്ചവനാണ്. ഇപ്പോ തൗഹീദ് തെരിഞ്ഞ ഒരു സ്നേഹനിധിയായ ഭർത്താവില്ല അവർക്ക്. പാവപ്പെട്ടതൊന്നുമല്ല. പാവപ്പെട്ടെന്ന് പറയാൻ പാടില്ല നമ്മള്. ഇല്ല, ഒരാളെ പാവന്ന് പറയാൻ പാടില്ല. ഖുറാനിലെ അങ്ങനെ പറയുന്നത് പാവന്ന് ഒരാളെ പറയാൻ പാടില്ല. എല്ലാരെയും പടച്ചവനാണ് നോക്കുക. ഏത് കഷ്ടം വന്നാലും ഇത് വന്നാലും ചെറുപ്പം ഇപ്പൊ നാളെ എനക്കൊരു കുട്ടി ഇല്ലാട്ടാലും നാളെ ലാസ്റ്റ് അയ്യോ നാളെ എന്നെ നോക്കാൻ ആളുണ്ടാളി അതുണ്ടാളി ആ വിഷമം എടുക്കാൻ പറ്റില്ല. നാളെ പടച്ചോ ഇതുവരെ ഇപ്പൊ എങ്ങനെയാണ് പോണു, പടച്ചവന്റെ നാട്ടത്തിലാണ് പോണു. എനിക്ക് 4 മക്കൾ ഇരിക്ക്, 2 പെണ്ണ് 2 ആണ്. അവര് എന്നെ നോക്കുന്നു കരുതിയിട്ടല്ല ഞാൻ ജീവിക്കണത്. അതാണ് അള്ളാഹുവിൽ തവക്കൽ. പടച്ചവൻ മേലെ തവക്കൽ. അതാണ് ഇപ്പൊ എന്റെ പെണ്ണുകളെടുത്ത് എന്റെ പെണ്ണുകൾ ഇപ്പൊ ഓരോ ആൾക്കാർ എന്റെ അടുത്ത് പറയും
ഉം. അതിലിപ്പോ നമുക്കൊരു കുട്ടി இருந்தாலும் നമ്മളെ നോക്കാൻ പറ്റാ. ഞാൻ പറയാം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇല്ല ഇല്ല. പടച്ചവൻ എന്ത് റബ്ബുണ്ട്. റബ്ബ് ഉണ്ടാകുമ്പോ എന്താ പടച്ചവൻ ഇപ്പൊ ഇതുവരെ എങ്ങനെ കൊണ്ടുപോയത്? ഇപ്പൊ ഇതുവരെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? ഇതേപോലെ പടച്ചവൻ അതിനും ഒരു വഴി ഉണ്ടാവും. പടച്ചവൻ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയിക്കോട്ടെ. ഇല്ല അങ്ങനെ പടച്ചവൻ എന്താ കൊടുത്താലും കുഴപ്പമില്ല. ഏത് അസുഖം കൊടുത്താലും ശരി കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ പോറാതാണ്. അങ്ങനെയാണ്. നിങ്ങളെ ജന്നത്തുൽ ബഖീല് അതായത് മദീനയിൽ വെച്ച് മരണപ്പെട്ട് ജന്നത്തുൽ ബഖീൽ കബറടക്കിയ ഒരു ഉമ്മാന്റെ കഥ കേട്ടിട്ടുണ്ടോ? അതായത് കേരളത്തിലുള്ള ഉമ്മയാണ്. ആ ആ ഉമ്മയ്ക്ക് കുട്ടികളില്ലായിരുന്നു. ആ നിരന്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവര് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രായമായിട്ടും അവര് ഉംറയ്ക്ക് പോയതാണ്. ആ അങ്ങനെ ഉംറയ്ക്ക് പോയിട്ട് മദീനത്ത് വെച്ചിട്ട് മരണപ്പെടുകയാണ്. ഇപ്പൊ അടുത്ത് നടന്നത്. ആ ഒരു കുറച്ചായത്. ആ അങ്ങനെ അവർക്ക് കുട്ടികളില്ലാത്ത സങ്കടം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും അവർ അള്ളാഹുവിനെ തള്ളി പറയാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു റിസാലത്ത് അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിച്ച് മദീനത്ത് വെച്ച് മരണപ്പെട്ടു. അവരുടെ മയ്യത്ത് കബറടക്കുന്ന സമയത്ത് ജന്നത്തുൽ ബഖീയയിൽ കൊണ്ടുപോയിട്ട് കബറടക്കുന്ന സമയത്ത് ഈ അവിടെ ചെറിയ കുട്ടികൾ മരിച്ചു കഴിഞ്ഞാല് വലിയവരുടെ ഒപ്പാണ് മറവ് ചെയ്യുക. അപ്പൊ ഇത് മറവ് ചെയ്ത് ഇങ്ങനെ കല്ല് സൈഡിലേക്ക് തുറന്നിട്ടാണ് കബറുണ്ടാവുക. മറവ് ചെയ്ത് മണ്ണിടുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു കുട്ടിയുടെ മയ്യത്ത് അവിടെ വന്ന് ഈ ഉമ്മയുടെ നെഞ്ചത്ത് ഒരു കുഞ്ഞ് പൈതലിന്റെ മയ്യത്തും വെച്ചുകൊണ്ടാണ് ആ കബർ മൂടിയത്. അള്ളാഹു ജീവിതകാലത്ത് കൊടുത്തില്ല. അവരുടെ വാക്ക് ഉത്തരമായിക്കൊണ്ട് ഇനിയിപ്പോ അങ്ങനെ ഒരു കുട്ടിനെ കൊടുത്തിട്ട് എന്താന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കും. ഇല്ല ഇപ്പൊ ഇത് പോട്ട് ഇപ്പൊ കുട്ടി ഉണ്ടായിട്ട് എന്താ ഇപ്പൊ ഒവ്വൊരു പെരയില് ഇപ്പൊ നാളെ എത്രയോ പെരയ്ക്ക് പോകുമ്പോ ഞാൻ അവസ്ഥ കേട്ടിരുന്നു. ഒവ്വൊരു പെരയിലോ കുട്ടികൾ ഉണ്ടായിട്ട് എന്താ കാര്യം? വാപ്പാവ തല്ലുണ്ടാക്കണുണ്ട്. പിന്നെ മക്കന്മാരെ തന്നെ ഇപ്പൊ കുട്ടികൾ ഉണ്ടാകാൻ തന്നെ മക്കന്മാരെ തന്നെ വാപ്പന്മാരെ തന്നെ നോക്കുന്നില്ല, ഉമ്മമാരെ നോക്കുന്നില്ല. കൊണ്ടുപോയിട്ട് എവിടെയാണ് വിടുന്നത്? മറ്റേ ഈ ശാന്തി ഭവൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ, മറ്റേ ഇത് അനാഥ ആശ്രമങ്ങളിലോ കൊണ്ടുപോയി വിടുന്നു. അത് ദീനനുസരിച്ച് പഠിക്കാനായിട്ടും പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അതാണ് ശരിക്കും അറിയാതെ കൊണ്ടുള്ള ഒരു സത്യം. ഇത് വേണ്ട ഇവര് ഇത് ഒന്നും പറയില്ല. ഇവര് വേണ്ട സത്യം പറയാൻ ഖുർആനും ഹദീസുകളും വായിച്ചാലേ അല്ലാഹു തആല എന്താ പറഞ്ഞിരിക്കുന്ന അല്ലാഹുടെ വഴിക്ക് വരാണ് ഈ ഖുർആനും ഹദീസും മാത്രം വായിച്ചാൽ മതി. മറ്റേ വേറെ അത് ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഇത് മാത്രം ശരിക്കും അവര് ആ സമയം എടുത്ത് അത് വായിച്ചു കഴിഞ്ഞാൽ അവരാണ് നമ്മൾ പോറത് ഏത് വഴിയാണ്, തെറ്റാണ് വഴിയാണ്, നല്ല വഴിയാണ് അവർക്കറിയും. ഇവിടെ ആരാണ് ഖുർആൻ വായിക്കുന്നത്? ഇവർക്ക് ഈ പാട്ട് ഉണ്ടല്ലോ, പാട്ട് കച്ചേരികളും വലിയ വലിയ കല്യാണം, അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇപ്പൊ എത്രയോ പാട്ടും ഇതായിട്ട് ഇപ്പൊ ഭയങ്കര ഇപ്പൊ എല്ലാ ഇതിലും ഉണ്ടാണ് പാട്ട്, ഡാൻസും എല്ലാത്തിലും ഉണ്ടാണ്. ഇപ്പൊ ഞാൻ ഒരു ഉസ്താദ് അടുത്ത് ചോദിച്ചിരിക്കുന്നു. അപ്പൊ മൂപ്പർ പറഞ്ഞു നിങ്ങൾ അത് നോക്കണ്ട, നിങ്ങൾ അങ്ങനെയുള്ള കല്യാണത്തിൽ പോകാതിരുന്നാൽ മതി, അത് നോക്കണ്ട. സമൂഹത്തിനെ നേരെ വഴിക്ക് നടത്താൻ ഓൽക്ക് വയ്യ, അത് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൈയൊഴിയാണ്. എന്നടുത്ത് പറയണം ഒരു ഉസ്താദ്. ഞാൻ ചോദിച്ചു അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചേ ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ, ഇത് ആഡംബര കല്യാണം ഇങ്ങനെല്ലാം ചെയ്യുന്നത്, ഇതെല്ലാം ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിക്കണം, നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങനെയുള്ള കല്യാണത്തിൽ പോകണ്ട, അങ്ങനെ ഇതാക്കിയാൽ മതി. അപ്പൊ മൂപ്പർ പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ പറഞ്ഞു ഈ വലിയ വലിയ ആഡംബര പെരയെല്ലാം ഉണ്ടാകും, അത് ആർക്കാണ് അവർ ഉണ്ടാക്കണം? ഉള്ളത് കൊണ്ട് മറ്റവർക്ക് ഏതോ ഒരു സഹായം ചെയ്താൽ കൂടെ നാളെ പടച്ചോണ്ടെന്ന് കൂലി കിട്ടുന്ന ആ ഒരു ഇതല്ലേ ആൾക്കാർക്ക്. ഇവരെ ഉസ്താദ്മാര് പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടണല്ല, ഓലിക്കെതിരെ പറഞ്ഞ ഓലേക്കെന്ന് കിട്ടുന്നത് കുറയും, കിട്ടൂല. അപ്പൊ മുണ്ടാതിരിക്കുകയാണ്. അതങ്ങനെ നമ്മള് അതിലിருந்து അപ്പൊ അതെല്ലാം നോക്കുമ്പോ ഇപ്പൊ നാളെ സത്യം എന്നെ എത്രയോ ആൾക്കാർ ക്ഷണിക്കണം. അപ്പൊ അങ്ങനെ പോക്ക് വലിയ വലിയ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പോവാൻ ഭയങ്കര ഒരു ഇതേനെ പോയിട്ട് അപ്പൊ നാളെ നമുക്കും അത് കുട്ടം കിട്ടുമേനോ പേടിയാണ്. നാളെ പടച്ചോണ്ട് നാളേക്ക് നമുക്കും അതാണ് തഖ്വ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെ മുസ്ലിമായ മനുഷ്യന്റെ കടമ. ഇപ്പൊ എത്രയോ ആൾക്കാർ നമ്മളെ കല്യാണം പറഞ്ഞിരിക്കണം, എത്രയോ ഇപ്പൊ എന്താ പെണ്ണുകൾ പറയും പോയിക്കോളൂ ഞാൻ പറയാം അങ്ങനെയുള്ള കല്യാണം ഞാൻ പോലെ എന്ത് പെണ്ണുകൾ തീരെ അവള് പോകാൻ മടിയാണ്, കല്യാണം അങ്ങനെ പുറത്ത് പോകാനും മടിയാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ ഇങ്ങനെ എനിക്ക് പോകാൻ അങ്ങനെ ഈ കൂട്ടങ്ങൾ ഈ പാട്ട് പോകാൻ തന്നെ ഭയങ്കര ഒരു ഇതാണ്. ഇവര് ഇങ്ങനെ രാത്രി പാട്ടും പരിപാടിയും ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങനെയുള്ള കല്യാണത്തിൽ പോകാൻ തന്നെ ഭയങ്കര ഇതാണ്. ഇവരെ അതേ സത്യം പറഞ്ഞാൽ എവിടേക്കോ പോകുന്നു. ഇവരെല്ലാം കാണുമ്പോ തന്നെ നമുക്കാണ് സങ്കടം തോന്നുന്നു. പുറത്തോടെ കാണുമ്പോ ഇങ്ങനെ ആഡംബര കല്യാണം
ഉം. ഇപ്പൊ നാളെ ഓരോ പെരയില് പണിക്ക് എന്തോ ഒരു വലിയ വലിയ പെരകൾ ഏറ്റി വെച്ചുണ്ടാവും. ആ രണ്ട് മക്കന്മാരും ഉണ്ടാവും. ഉം. അത് സത്യം പറഞ്ഞാൽ ഇത് എന്താ ഒരു എന്താ പറയാ, മറ്റവനെ എങ്ങനെ ഏറ്റിക്കണം, മറ്റവൻ എന്താ ചെയ്യണോ ഉം. അതവിടെ നമ്മൾ വലുതാക്കണം. അത് എന്താ ഈ എന്താ ഈഗോ, അവിടെ എന്താ പറയാ, എന്തോ ഒരു മലയാളത്തില് ഉം. ഇല്ല, ഒരാൾ ഇപ്പൊ ഒരു വലിയ പെര ഉണ്ടാക്കിന മറ്റവൻ അത് നോക്കിയിട്ട് ചെയ്യില്ല. എന്താ പറയാ, അസൂയ വിളിച്ചിട്ടാ ഇപ്പൊ ഒരാള്. ഹലോ, പോകാം ഒരു മിനിറ്റ്. ഹലോ. ആമീൻ ഭായി, ആ ഇൻഷാല്ലാ നിങ്ങൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ടൗണിക്ക് പോകാൻ ഇറങ്ങുകയാണ്, ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ ആയിക്കോട്ടെ. പോകാൻ ഇറങ്ങുകയാണ്. ആയിക്കോട്ടെ. ഇൻഷാല്ലാ പിന്നെ ഒരുപാട് സന്തോഷം താങ്കൾ വിളിച്ചതിലും. താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാല്ലാ ഞാൻ നിങ്ങൾ പറഞ്ഞ ബുക്ക് പരമാവധി നിങ്ങൾക്ക് എത്തിച്ചേരാൻ നോക്കാം. ഓക്കെ, ദുആയിൽ ഉൾപ്പെടുത്തുകൊണ്ട് ആമീൻ. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ആ പറഞ്ഞ ആ കാര്യത്തിന് വേണ്ടിയൊക്കെ ഞാനും എന്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇൻഷാല്ലാ. ആമീൻ. ആമീൻ. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ. അലൈഹിസ്സലാം റഹ്മത്തുള്ളാഹ്.